Good morning, my dear students. Then today our topic, what are the secondary functions of commercial bank? Previous class നമ്മൾ commercial ബാങ്കിൻ്റെ functions of commercial banks കുറിച്ച് പഠിച്ചിരുന്നു. The functions of commercial bank may be classified into two, that is a conventional or traditional functions and innovative functions. Then first one is traditional functions or conventional functions. Conventional functions നമ്മൾ first one is accepting deposit, lending money, investing functions, credit creation and use of check, plastic cards, etc. These are the important conventional or traditional functions of commercial bank. Then next topic is what are the secondary functions of commercial bank. Secondary functions may be classified into two. Then first one is agency services and general utility services. Agency services, commercial banks act as an agent of their customers and render some services. ദെൻ അവിടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന ഫങ്ഷൻസിനെ, പ്രൈമറി ഫങ്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് കൺവെൻഷണൽ ഫങ്ഷൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ഫങ്ഷനും അതുപോലെ തന്നെ സെക്കൻഡറി ഫങ്ഷൻസും. സെക്കൻഡറി ഫങ്ഷൻസിൽ ബാങ്കുകൾ ചെയ്യുന്ന സേവനങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏജൻസി സർവീസസും ഒന്ന് ജനറൽ യൂട്ടിലിറ്റി സർവീസസും. ഏജൻസി സർവീസസ് മീൻസ് ബാങ്ക്സ് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. ബാങ്ക് എല്ലായ്പ്പോഴും, അതായത് മിക്കപ്പോഴും ഏതായിട്ട് മാറാറുണ്ട്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നല്ലാതെ തന്നെ ബാങ്ക് ആക്ട് ആസ് ആൻ ഏജൻറ്റ്, ഒരു കസ്റ്റമറുടെ ഏജൻ്റായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കാറുണ്ട്. ബാങ്ക് ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമറുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ട് ബാങ്കുകൾ മാറാറുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി ഫങ്ഷൻസിലെ ബാങ്ക് പ്രൊവൈഡ്സ് സം ഏജൻസി സർവീസസ് ടു കസ്റ്റമേഴ്സ്. Then what are the agency services? Important question ആണ്. Then first one is collection and payment of credit. And then purchase and sale of securities, collection of dividend, interest, etc. Acting as a trustee or executor, execution of standing orders, acting as a correspondent or representative, and transfer of money. These are some of the examples for agency services. Then first one is collection and payment of credit. That means commercial banks collect and make payment of bill, check, promissory note, etc. They also make payment on behalf of the customer, like payment of rent, income tax fees, insurance premium, etc. ദെൻ കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്, അതായത് കസ്റ്റമർക്ക് വേണ്ടി പേയ്മെൻറ്റുകൾ നടത്തി കൊടുക്കുക, പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ദെൻ ഫീസ്, സം ടൈപ്സ് ഓഫ് ഫീസ് പേ ചെയ്യുക, ഇൻഷുറൻസ് പ്രീമിയം, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, എക്സെട്ര. ഇത്രയും സേവനങ്ങൾ കസ്റ്റമർക്ക് വേണ്ടി ബാങ്കുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിനുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ബാങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അതാത് സമയം ബാങ്കുകൾ എന്ത് ചെയ്തു തരും, നമുക്ക് വേണ്ടിയുള്ള എല്ലാ പേയ്മെൻറ്റ്സുകളും യഥാസമയം ബാങ്ക് പേയ്മെൻറ്റ് നടത്തിക്കോളും. സോ ദിസ് ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്. Then second one is purchase and sale of securities. Modern commercial banks also undertake the purchase and sale of various securities like shares, debentures, bonds on behalf of the customer. കസ്റ്റമർക്ക് വേണ്ടി ഷെയറുകളോ ഡിബഞ്ചർ പോലെയുള്ള ഡോക്യുമെൻറ്റുകളോ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. മോഡേൺ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഓൾസോ അണ്ടർടേക്ക് ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഫീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ദ നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് വൺ എന്താ, കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്. സെക്കൻഡ് വൺ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ആൻഡ് തേർഡ് വൺ കളക്ഷൻ ഓഫ് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, എക്സെട്ര. ഡിവിഡൻറ്റുകൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, ഇൻട്രസ്റ്റോ ഡിവിഡൻറ്റ് കളക്ട് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമേഴ്സ് കമേഴ്ഷ്യൽ ബാങ്ക്സ് കളക്ട് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, എക്സെട്ര. കസ്റ്റമർക്ക് വേണ്ടി ഉള്ള ക്രെഡിറ്റുകൾ, അതായത് ഇൻകംസ് എല്ലാം കളക്ട് ചെയ്യുകയും അതേസമയം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഇൻകംസ് ആണ്, കളക്ഷൻ ഓഫ് ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, എക്സെട്ര, പല രീതിയിലുള്ള ഡിവിഡൻറ്റുകളോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റുകളോ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ബാങ്കുകൾ കളക്ട് ചെയ്തിട്ട് ആരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും, കസ്റ്റമറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്ടിങ് ആസ് എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ. കമേഴ്ഷ്യൽ ബാങ്ക്സ് ആക്ട് ആസ് എ ട്രസ്റ്റി, എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അറ്റോർണീസ് ഓഫ് കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർക്ക് വേണ്ടി വിശ്വസ്തനായിട്ടുള്ള ഒരു സേവകനായിട്ട് ബാങ്ക് പ്രവർത്തിക്കാറുണ്ട്. സോ ബാങ്ക് ആക്ടിങ് ആസ് എ ട്രസ്റ്റി ഓർ എക്സിക്യൂട്ടർ എന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എക്സിക്യൂട്ടറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ആൻഡ് അറ്റോർണീസ് ഫോർ കസ്റ്റമേഴ്സ്, അറ്റോർണീസ് നമുക്ക് വേണ്ടി
കാര്യങ്ങൾ ചെയ്തു തരുന്ന ഇത് ചെയ്യാനുള്ള ഒരു അധികാരം ബാങ്കിനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ സംടൈംസ് ബാങ്കിങ് ആക്ടിങ് ആസ് എ ട്രസ്റ്റി ആൻഡ് എക്സിക്യൂട്ടർ ആൻഡ് ഓൾസോ അറ്റോർണി ഓഫ് സം കസ്റ്റമേഴ്സ്. Then next point is execution of standing orders. The banks execute the standing orders of customers like payment of insurance premium, rent, income tax, interest, etc. A small commission is charged for these services. കസ്റ്റമറുടെ എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്, കസ്റ്റമറുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ കൂടി ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്, ദെൻ അവിടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിരിക്കണം, അതേപോലെ തന്നെ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയിരിക്കണം എന്നൊക്കെ പറയുന്ന ചില ഓർഡേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സിൻ്റെ. അത്തരം ഓർഡേഴ്സുകൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ആക്ട് ആസ് എ കറസ്പോണ്ടൻറ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. Commercial banks sometimes act as a representative or correspondents of customers for booking vehicles, collecting passport, booking tickets, etc. Our commercial banks sometimes act as a representatives or correspondents of customers. കസ്റ്റമേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ കറസ്പോണ്ടൻ്റ് ആയിട്ടോ ആക്ട് ചെയ്യുന്നു ഫോർ ബുക്കിംഗ് വെഹിക്കിൾസ്, കളക്ടിങ് പാസ്പോർട്ട്സ് ആൻഡ് ബുക്കിംഗ് ടിക്കറ്റ്സ് എക്സെട്ര. ദെൻ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് മണി. Commercial banks transfer money of their customers from one place to another or from one bank to another. കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മുടെ ആവശ്യപ്രകാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുകയോ അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ ഫ്രം വൺ ബാങ്ക് ടു അനദർ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സർവീസുകളൊക്കെ കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു സെക്കൻഡറി ആണ്, പ്രൈമറി ഫംഗ്ഷൻ അല്ല. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്ന് പറയുന്നതാണ് പ്രൈമറി ഫങ്ഷൻസ്. അതുകൂടാതെ ബാങ്കുകൾ ചെയ്യുന്ന സെക്കൻഡറി ഫങ്ഷൻസിലെ മെയിൻ ഫങ്ഷനാണ് ഇത് ഏജൻസി സർവീസസ്. ബാങ്ക് ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. ദെൻ what are the agency services provided by the commercial bank? Collection and payment of credit, purchase and sale of securities, collection of dividend, interest, etc. Acting as a trustee or executor, then execution of standing orders, acting as a correspondent or representatives, and transfer of money. These are the agency services. Services by the banks. ബാങ്കുകൾ ചെയ്യുന്ന ചില ഏജൻസി സർവീസസ് ആണ്. ദെൻ സെക്കൻഡറി ഫങ്ഷൻസിലെ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക്കിന് വേണ്ടിയുള്ള പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊതു ഉപയുക്തതാ സേവനങ്ങൾ എന്നൊക്കെ പറയും ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. മോഡേൺ കമേഴ്ഷ്യൽ ബാങ്ക്സ് റെൻഡർ സം ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓൺ റിക്വസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടർ ഓൺ ബിഹാഫ് ഓഫ് ദി എക്സ്പോർട്ടർ. അവിടെ പറയുന്നത് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അതായത് ഇമ്പോർട്ടേഴ്സ് ബാങ്ക് എക്സ്പോർട്ടേഴ്സ് ബാങ്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി ഡോക്യുമെൻ്റ് ആണ് ഇത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോറിൻ ട്രേഡിലാണ് ഇത് ഇഷ്യൂ ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യാം. നിങ്ങൾക്കറിയാം, മുൻപ് പഠിച്ചിട്ടുണ്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി പോലെ. ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓൺ റിക്വസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടർ ഓൺ ബിഹാഫ് ഓഫ് ദി എക്സ്പോർട്ടർ. അതായത് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ടേഴ്സിന് അവരുടെ പൈസ കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല, അല്ലെങ്കിൽ അതിനൊരു ജാമ്യം അല്ലെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുക. അപ്പോൾ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് ഇത് ദെൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂഡ് ബൈ ദ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് ടു എക്സ്പോർട്ടേഴ്സ് ബാങ്ക്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. Then second one is issue of bank draft, travelers check, gift check, etc. ബാങ്ക് ഡ്രാഫ്റ്റുകളോ ട്രാവലേഴ്സ് ചെക്കോ അതുമല്ലെങ്കിൽ ഗിഫ്റ്റ് ചെക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇഷ്യൂ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്, travelers check, gift check, etc. to the customers. Then third one is provide locker facilities to keep the valuables for a നോമിനൽ റെൻറ്റ്. പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റീസ്, കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു എന്താ പറയുക, ബാങ്ക് തീർച്ചയായിട്ടും അതെന്താണ്, ഒരു കസ്റ്റമർക്ക് വേണ്ടി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. കസ്റ്റമർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോക്കർ ഫെസിലിറ്റി അനുവദിച്ചു കൊടുക്കുന്നു. ഗോൾഡ് എടുക്കുകയോ ഗോൾഡ് വയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റാവുന്നൊരു ലോക്കർ ഫെസിലിറ്റി. സോ ബാങ്ക് അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് മാത്രമാണ്. പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റീസ് ടു കീപ് ദ വാല്യുബിൾസ് ഫോർ എ നോമിനൽ റേറ്റ്.
Then next one is act as a referee with respect to financial standing, business reputation and respectability of customers. Acting as a referee with respect to financial standing, business reputation and respectability of customers. കസ്റ്റമർക്ക് എപ്പോഴും ഒരു പീസ്ഫുൾ മൈൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ സർവീസസ് കൂടെ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. സോ ആക്ടിങ് ആസ് എ റെഫറി, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു ഗൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. Then next one is underwrite the issue of shares and debentures of company. Sometimes bank acting as an underwriters. Underwriters എന്ന് പറയുന്നത് ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുക, അതല്ലെങ്കിൽ അത് പേയ്മെൻറ്റ് ഓഫ് സം ഫീസ് അടച്ചുകൊണ്ട് തന്നെ ബാങ്കുകൾ പലപ്പോഴും ഏതെങ്കിലും കമ്പനികളുടെ ഷെയറുകളിനോ ഡിബഞ്ചേഴ്സിനോ അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. അണ്ടർറൈറ്റ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് സം കമ്പനീസ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. Then issue credit card to customers. Issue credit card to customers. Collection of information in relation with industry, trade and commerce, money and banking. Collection of information in relation with industry, trade and commerce, money and banking. അപ്പോൾ ഇതിൽ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ എന്തായിട്ട് ചോദിക്കാം, ചിലപ്പോൾ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഏജൻസി സർവീസസ് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്ന ഹെഡിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് പ്രൊവൈഡഡ് ബൈ ദി കമേഴ്ഷ്യൽ ബാങ്ക്. ഫസ്റ്റ് വൺ ഈസ് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, എക്സ്ചേഞ്ച് ഓഫ് ദെൻ അവിടെ second one is issue of bank draft, traveler's check, gift check etc. Provide locker facilities. Issue of check, അതുപോലെ ഇഷ്യൂ ഓഫ് ക്രെഡിറ്റ് കാർഡ്, അതൊക്കെ എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ആക്ടിങ് ആസ് എ റെഫറി, ഇറ്റ് പ്രൊവൈഡ് ലോക്കർ ഫെസിലിറ്റീസ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. Then issue credit card to customers. Collection of information in relation with industry, trade and commerce, money and banking. These are the different types of utility services provided by the commercial bank. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസിൽ ഏതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസിലെ ദെൻ അവിടെ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദി കമേഴ്ഷ്യൽ ബാങ്ക്. ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദറ്റ് ഈസ് കൺവെൻഷണൽ ഫങ്ഷൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ്. കൺവെൻഷണൽ ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ദെൻ ഇൻവെസ്റ്റിംഗ് ഫങ്ഷൻ. Then next one is investing functions. Then next one is creation of credit, multiplicity of credit. Then use of plastic cards, check etc. These are the important primary functions performed by the commercial bank. The next topic is what are the secondary services provided by the commercial bank. Bank acting as an agent and also provide some general utility services to customers. Then agency services in the bank acting as an agent behalf of the customer. ഒരു കസ്റ്റമറുടെ പിറകിൽ നിന്നുകൊണ്ട് കസ്റ്റമറിന് വേണ്ടി അവർ പറയുന്ന സ്റ്റാൻഡിങ് ഓർഡേഴ്സ്, എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്, കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നൊരു ഏജൻറ്റിനെ പോലെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരുപാട് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ദെൻ ഇഷ്യൂ ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ്, ട്രാവലേഴ്സ് ചെക്ക് etc. Issue of letter of credit, it provide locker facilities. Issue of credit card to customers. Collection of information in relation with the trade, industry and commerce, money and banking. Money അതായത് പണത്തിനെ കുറിച്ചോ ബാങ്കിങ്ങിനെ കുറിച്ചോ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ചൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കൂടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്. ദീസ് സർവീസസ് ആർ ഓൾസോ കോൾഡ് ആസ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതും ഇത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഏജൻസി സർവീസസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആയിട്ടോ അതല്ലെങ്കിൽ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, commercial banks in the functions of commercial bank classified into two. Then conventional function, then next one is innovative function. Next topic, innovative functions. Innovative functions ഏതൊക്കെയാണ് ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ?
Modern commercial banks are engaged in various functions which can be called innovative functions. Some such functions are given below. അതായത് ഇപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന ഒരുപാട് ഇന്നൊവേറ്റീവ്, അതായത് പുതുതായിട്ടുള്ള ഈ പറയുന്ന ആസെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി അല്ല എന്നല്ലാതെ തന്നെ ഒരുപാട് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗമാണ് അല്ലേ, ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആ ഒരു ലെവലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളും അത്തരം സർവീസിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദീസ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആർ ഓൾസോ കോൾഡ് ആസ് innovative functions. Innovative functions, what are the services provided by the banks as related to innovations? Then first one is automated teller machine, that is ATM facilities, then ATM card. Next one is debit card. Innovative functions le ATM, debit card, credit card, mail transfer, mobile banking, telephone banking, internet banking, core banking, check truncation system, EFT, electronic fund transfer, real time gross settlement, RTGS, real time gross settlement. These are the innovative functions performed by the commercial bank. Then first one is automated teller machine, ATM. What is meant by ATM? An ATM card is a bank card to access an ATM. People who have a checking account also have a card that can be used at an ATM. Then അവിടെ ATM കാർഡ് ഈസ് എ ബാങ്ക് കാർഡ് ടു ആക്സസ് ആൻ ATM. ഒരു ATM ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ഇത് ATM കാർഡ് എന്ന് പറയുന്നത്. പീപ്പിൾ ഹു ഹാവ് ചെക്കിംഗ് അക്കൗണ്ട് ഓൾസോ ഹാവ് കാർഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ആൻ ATM. മാത്രമല്ല നമ്മുടെ അക്കൗണ്ട് ബാലൻസുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടോ വിഡ്രോവൽസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാർഡാണ് ATM കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിനും ബാങ്കുകൾ ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാർഡാണ് ഇത് ATM കാർഡ് എന്ന് പറയുന്നത്. ദെൻ ATM കാർഡിലെ ATM മെഷീൻസ് ഉപയോഗിക്കാനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് ATM കാർഡ് എന്നുള്ളത്. ദെൻ വൺ ഓഫ് ദി ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാർഡാണത്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈസ് ഡെബിറ്റ് കാർഡ്. A debit card is a payment card that deduct money directly from a consumer's checking account to pay for purchase. Debit card eliminate the need to carry cash or physical checks to make purchase directly from your savings. Debit card is a payment card that deduct money directly from the customer's account. നമ്മൾ പർച്ചേസ് ചെയ്യും തോറും കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യും തോറും തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഡിഡക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡെബിറ്റ് കാർഡ് എലിമിനേറ്റ് ദ നീഡ് ടു ക്യാരി ക്യാഷ് ഓർ ഫിസിക്കൽ ചെക്സ്. അതായത് നമുക്ക് കൈവശം വെച്ചുകൊണ്ട് ക്യാഷോ ചെക്കുകളോ കൈവശം വെച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ ചെക്ക് ടു മേക്ക് പർച്ചേസ് ഡയറക്ട്ലി ഫ്രം യുവർ സേവിങ്സ്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വൺ ഓഫ് ദി സിസ്റ്റമാണ് ഇത് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ് ഡെബിറ്റ് ബാലൻസ്, അതായത് ബാങ്ക് ആക്ടിങ് ആസ് എ ഡെപ്റ്റർ. അവിടെ ബാങ്ക് ഡെപ്റ്ററായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പൈസ തരുന്ന ഒരു ബാങ്കായിട്ടാണ് ബാങ്ക് ആ സമയത്ത് ആക്ട് ചെയ്യുക. അപ്പോൾ ബാങ്ക് ആക്ടിങ് ആസ് എ ഡെപ്റ്റർ. ദെൻ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിൽ മതിയായിട്ടുള്ള ബാലൻസ് ഉള്ള സമയത്ത് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമ്മളെ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയും അതിലത്തെ പണം തീരുന്നവരെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എ ഡെബിറ്റ് കാർഡ് ഈസ് എ പേയ്മെൻറ്റ് കാർഡ് ദാറ്റ് ഡിഡക്ട് മണി ഡയറക്ട്ലി ഫ്രം എ കൺസ്യൂമേഴ്സ് checking account to pay for purchase. A debit card eliminate the need to carry cash or physical checks to make purchase directly from your savings. The next one is credit card. What is meant by credit card? A credit card is a transaction card that enables the holder to make purchase of goods and services or withdrawal advance cash on credit. Credit card acting as a micro loan tool where the individual makes purchase under the scheme. അതായത് ഈ സ്കീം പ്രകാരം എന്ത് ചെയ്യുന്നു, ഒരു മൈക്രോ ടൂളാണ് ഇത് ലോൺ. അതായത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ മതിയായിട്ടുള്ള പൈസ ഇല്ലെങ്കിൽ പോലും ബാങ്ക് അതിൽ ഒരു ലോൺ ഫെസിലിറ്റി ഓഫർ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുതന്നെ അവിടെ എന്ത് ചാർജ് ചെയ്യപ്പെടും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും തോറും നമ്മൾ പിൻവലിച്ച തുകയ്ക്കുള്ള ഒരു സം ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ അടച്ചു കൊടുക്കേണ്ടതായിട്ട് നമ്മൾ വരും, ബാങ്കിന് തിരിച്ചടച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബാങ്കുകൾ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പുതുതായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള ഡെബിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ATM കാർഡ്സുകളൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്.
Then next one is mail transfer and telegraphic transfer. Then mail transfer and telegraphic transfer നമുക്ക് മെയിലിലൂടെ ഉള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ ബാങ്കിങ്. മൊബൈൽ ബാങ്കിങ്ങിൽ നമുക്ക് ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയാലോ ഡെബിറ്റ് ആയാലോ അങ്ങനെ മൊബൈലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ബാങ്കിങ് സർവീസസ് എല്ലാം കമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. സോ വൺ ഓഫ് ദി സർവീസ് പ്രൊവൈഡഡ് ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ദ മൊബൈൽ ബാങ്കിങ്. ദെൻ ടെലിഫോൺ ബാങ്കിങ്, നമുക്ക് വിളിച്ച് ചോദിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ടെലിഫോൺ ബാങ്കിങ്. Next one is internet banking. Banks transactions are done through the internet facilities. So that technique is called as internet banking. The next one is core banking. Important ആണ് core banking. Centralized online real-time electronic banking. What is meant by core banking? Centralized online real-time banking. That means core banking is a banking services provided by a group of network bank branches where customers may access their bank account and perform basic transaction from any of the member branch office. Once again, core banking is a banking services provided by group of network bank branches where customers may access their bank account and perform basic transactions from any of the member branch office. അതായത് ബാങ്കുകൾ തമ്മിലുള്ള ഒരു കോർ ബാങ്കിങ് എന്ന് പറയുമ്പോൾ എല്ലാ ബാങ്കുകളും തമ്മിലൊരു ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർവീസസിനെയാണ് ആക്ടിവിറ്റിയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. കോർ ബാങ്കിങ് ഇസ് എ ബാങ്കിങ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് ബാങ്ക് ബ്രാഞ്ചസ് വെർ കസ്റ്റമേഴ്സ് മേ ആക്സസ് ദെയർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് പെർഫോം ബേസിക് ട്രാൻസാക്ഷൻ ഫ്രം എനി ഓഫ് ദ മെമ്പർ ബ്രാഞ്ച് ഓഫീസ്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു കാത്തോലിക് സിറിയൻ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരാൾക്ക് പോലും ചിലപ്പോൾ ഓവർസീസ് ബാങ്കിൻ്റെ ATM നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ബാങ്കുകളോട് ആവശ്യപ്പെട്ടാൽ പോലും നമ്മുടെ ഇന്ന ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോർ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബാങ്കുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. കോർ ബാങ്കിങ് ഈസ് എ ബാങ്കിങ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് ബാങ്ക് ബ്രാഞ്ചസ് where customers may access their bank account and perform basic transactions from any of the member branch office. Then that is called as core banking. The next one is check truncation system. Check truncation system is a check clearing system undertaken by RBI for fast clearing of check. അതായത് മറ്റ് ബാങ്കുകളുടെ ചെക്കുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള എടുക്കുന്ന ഒരു സെപ്പറേറ്റ് പ്ലേസിനെയാണ് നമ്മൾ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം ഈസ് എ ക്ലിയറിംഗ് സിസ്റ്റം. അത്തരത്തിൽ ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി സിസ്റ്റം, അതായത് മോഡേൺ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്ലിയറിംഗ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ക്ലിയറിംഗ് പ്രോസസ്, ദറ്റ് ഈസ് കോൾഡ് എസ് ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം. Check clearing system or then check truncation system is a check clearing system undertaken by RBI for fast clearing of check. വളരെ പെട്ടെന്ന് തന്നെ ചെക്കുകൾ കസ്റ്റമേഴ്സിന് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ട്രൺക്കേഷൻ ഈസ് ദ കോഴ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ദ ഫ്ലോ ഓഫ് ഫിസിക്കൽ ചെക്ക് ഇൻ ദ വേ ഓഫ് ക്ലിയറിംഗ്. അതായത് ട്രൺക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂയിങ് ഓഫ് ഫ്ലോ ഓഫ് ദ ഫിസിക്കൽ ചെക്ക് ഇൻ ദ വേ ഓഫ് ക്ലിയറിങ്. ഫിസിക്കലായിട്ടുള്ള ചെക്കുകൾ ക്ലിയർ ചെയ്യുന്നേക്കാൾ നമ്മൾ ഓൺലൈൻ പ്രോസസ്സിലേക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രൺക്കേഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം ഈസ് ദ ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റം അണ്ടർടേക്കിംഗ് RBI ഫോർ ഫാസ്റ്റ് ക്ലിയറിംഗ് ഓഫ് ചെക്ക്. വളരെ വേഗത്തിൽ ചെക്കുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ടെക്നിക്സിലൂടെ അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സിലൂടെ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, EFT. എവിടെ ഇരുന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഫെസിലിറ്റികളിലൂടെ സാധ്യമാണ്. And next one is real-time gross settlement. Real-time gross settlements RTGS. ഇതെല്ലാം തന്നെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തേർഡ് ചാപ്റ്ററിൽ ഇ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ബാങ്കിങ്ങിൽ നമ്മൾ ഏതിനെക്കുറിച്ചൊക്കെ പഠിക്കും, ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, RTGS, അതുപോലെ തന്നെ കോർ ബാങ്കിങ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു നെക്സ്റ്റ് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്ന മാത്രം ക്വസ്റ്റ്യൻ വന്നു
വന്നു കഴിഞ്ഞാൽ മാർക്കിനനുസരിച്ച് വിശദമായിട്ട് എഴുതേണ്ടി വരും. വലിയൊരു ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിൻറ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. വാട്ട് ആർ ദി സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ആസ് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ATM card or use of ATM, teller machine cards and debit card, credit card, mail transfer, mobile banking, tele banking, internet banking, core banking, RTGS, check truncation system and electronic fund transfer. These are the important innovative functions performed by the commercial bank. Then ഇവിടെ നമുക്ക് commercial banks എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. Then next topic, role of banks in economic development. Very very important question. What are the role of commercial banks? Role of banks in economic development. ബാങ്കുകളുടെ പ്രാധാന്യം എന്താണ് ഫോർ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ബാങ്കുകളുടെ പ്രാധാന്യം എന്താണ്? Then our commercial banks play a very vital role in the economic development of a country. Industrial revolution would have taken place without the evolution of the commercial banks in the 18th and 19th centuries. The role of commercial banks assumes importance especially in a developing country like India. പ്രത്യേകിച്ചും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലെ കമേഴ്ഷ്യൽ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ബാങ്കിങ് സെക്ടേഴ്സിൻ്റെ വളരെയധികം പ്രാധാന്യം എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. വാട്ട് ആർ ദി റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്? ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ, സെക്കൻഡ് വൺ ഈസ് ഇംപ്ലിമെൻറ്റിംഗ് മോണിറ്ററി പോളിസി, ദെൻ റീജിയണൽ ഡെവലപ്മെൻറ്റ്, influencing economic activity, then trade development, agricultural development, industrial development, development of foreign trade, transfer of money, more production, development of transport and communication, safe custody, construction of houses, increase in employment, assistance to government, encourage to entrepreneurs, export promotion cells and economic prosperity. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് ഫങ്ഷൻസ് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഫലത്തിൽ ഒരുപാട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ബാങ്കിലെ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് റിക്വയർഡ് ടു ആക്സിലറേറ്റ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇത് ക്യാപിറ്റൽ ഫോർമേഷൻ. ഓരോ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനും ഓരോ ബിസിനസ് യൂണിറ്റിനും ആവശ്യമായിട്ടുള്ള മൂലധനം ലഭിച്ചാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഓരോ പ്രൊഡക്റ്റീവ് സെക്ടേഴ്സും ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് ഇന്ത്യൻ എക്കോണമി ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ്, അഗ്രികൾച്ചർ, ഈ സെക്ടേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള മൂലധനത്തിനെ ചാനലൈസ് ചെയ്ത് കൊടുക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ബാങ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് റിക്വയർഡ് ടു ആക്സിലറേറ്റ് ദ ഫങ്ഷൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ശരിക്കും ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ക്യാപിറ്റൽ ഫോർമേഷൻ അനിവാര്യമാണ്. ക്യാപിറ്റൽ ഫോർമേഷൻ, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഫ്രം പ്രോപ്പർ channelization of savings. Banks play a very significant role in mobilization of savings and it proper channelization and utilization of productive investment. തീർച്ചയായിട്ടും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുകയും അത് ആവശ്യക്കാരിലേക്ക്, അതായത് ഇത്തരം കമ്പനികളിലേക്ക് ചാനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ടു വേ പ്രോസസ്സാണ് ബാങ്കുകൾ ചെയ്യുന്നത്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ for the economic development ബാങ്കില് capital formation. Then second one is implementing the monetary policy. Monetary policy is the microeconomic policy laid down by the central bank. It involves management of money and money supply and interest rate and the demand side economic policy used by the government of a country to achieve macroeconomic objectives like inflation, growth and liquidity. ഇവിടെ നോക്കുക, അതായത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാക്രോ എക്കണോമിക് പോളിസി ലേഡ് ഡൗൺ ബൈ ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഇറക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ചെയ്യുന്ന ഒരു ഗൈഡ് ലൈനാണ് അല്ലെങ്കിൽ ഒരു പോളിസിയാണ് ഇത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മൊത്തം രാജ്യത്തിൻ്റെ പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ടോ ഒക്കെ എടുക്കുന്ന വൺ ഓഫ് ദി പോളിസിയാണ് ഇത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മാനേജ്മെൻറ്റ് ഓഫ് മണി സപ്ലൈഡ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ദ ഡിമാൻഡ് സൈഡ് ഓഫ് എക്കണോമിക് പോളിസി. അതായത് പണത്തിൻ്റെ വിനിമയത്തെ കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റുകൾ കൺട്രോൾ ചെയ്യുക, എക്കണോമിക് ഗ്രോത്ത് എൻഷുർ ചെയ്യുക. ഇത്തരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് സെൻട്രൽ ബാങ്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഗൈഡ് ലൈനാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി ഓഫ് എ കൺട്രി മസ്റ്റ് ബി സ്യൂട്ടബിൾ ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആ ഒരു മോണിറ്ററി പോളിസി തീർച്ചയായിട്ടും ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. കമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ആൻ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഫോർ ആൻ ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ മോണിറ്ററി പോളിസി. കമേഴ്ഷ്യൽ
commercial bank is an essential requirement for the effective implementation of the monetary policy. കമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയാണ് ഇഫക്റ്റീവായിട്ട് ഈ മോണിറ്ററി പോളിസി, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ, ഇത്ര ശതമാനം ലോണുകൾ കൊടുക്കുക, ഇത്ര ശതമാനം മാർജിൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ കമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയാണ് തീർച്ചയായിട്ടും ആ മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസീസ് ലേഡ് ഡൗൺ ബൈ ദ RBI. അപ്പോൾ then first one is it is necessary for the economic development. Third point is regional development. The main aim of every underdeveloped economy is to attain balanced regional development. Commercial banks can play a major role in attaining this aim by transferring surplus funds from the developed areas to underdeveloped areas. ഇവിടെ റീജിയണൽ ബാലൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. റീജിയണൽ ഡെവലപ്മെൻ്റ് ആണ് അർബൻ ഏരിയ, റൂറൽ ഏരിയ എന്നൊക്കെ പറയുന്ന ഡിസ്പാരിറ്റീസ്. ആ ഡിസ്പാരിറ്റീസ് ഇല്ലാതെ ഒരു ബാലൻസിങ് പാറ്റേണിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് ഇതിനുള്ളത്. ദെൻ ബാങ്കുകൾക്കുള്ളത്. സോ അതായത് ഫണ്ട് മൊബിലൈസ് ചെയ്യുക, അതായത് റീജിയണൽ ഏരിയകൾ നോക്കിയിട്ട് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സൊക്കെ അത്തരം മേഖലയും ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, ബിസിനസ് അവിടെ ആരംഭിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫറിങ് അവിടെ നടക്കുന്നുണ്ട്. ദെൻ അവിടെ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ഇംബാലൻസ്, അതായത് റൂറൽ ഏരിയ അർബൻ ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഇല്ലാതെ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കാനായിട്ട് ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് ക്യാപിറ്റൽ ഫോർമേഷൻ, ദെൻ ഇംപ്ലിമെൻറ്റിംഗ് മോണിറ്ററി പോളിസി, regional development, influencing economic activity. Influencing the economic activity. Banks can directly influence the economic activity by influencing the rate of interest and the volume of credit available. A reduction in the rate of interest stimulate the economic activities, and an increase in the interest rate to discourage the economic activities. ഒരു എക്കണോമിക് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദെൻ വൺ ഓഫ് ദി പ്രോസസ്സാണ് ഇത് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ബാങ്ക്സ്. Then through credit creation, banks can inject more money into the economy and make more money available for productive purposes. Credit creation എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ഓഫ് മണി എന്ന് പറയുന്നതാണ്, ക്രിയേഷൻ ഓഫ് മണി എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രിയേറ്റിംഗ് മണി, ഓരോ രൂപയും വർത്ത് വേലായിരിക്കണം. അതിങ്ങനെ അവിടെ എന്താ പറയുക, ഹൈഡ് ചെയ്ത് കിടക്കാതെ അതെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലയിലേക്ക് കൊണ്ടുവരണം. ദെൻ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ, ഇംപ്ലിമെൻറ്റിംഗ് മോണിറ്ററി പോളിസി, റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഇൻഫ്ലുവൻസിങ് ദ എക്കണോമിക് ആക്ടിവിറ്റി. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ട്രേഡ് ഡെവലപ്മെൻറ്റ്. Commercial banks provide capital, technical assistance and other facility to businessmen. According to these requirements, this trade leads to economic development, trade development. Then ബാങ്ക്സുകൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊരു ട്രേഡ് ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നു. The next point is agricultural development. Commercial banks finance the most important sector of the developing economies. Agriculture, short, medium and long term loans are required for effective agricultural operation. Agriculture, which is considered as the backbone of Indian economy, gets boost, which in turn leads to economic development. The next one is industrial development. The countries like Malaysia, Taiwan, Hong Kong, etc. Industrial development can be achieved only with the maximum support of the commercial bank. അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിലും തീർച്ചയായിട്ടും അവിടെ കമേഴ്ഷ്യൽ ബാങ്കുകളുടെ സഹകരണത്തോടുകൂടി മാത്രമേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ദ നെക്സ്റ്റ് പോയിന്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിലെ കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹെൽപ്സ് ദ ട്രേഡേഴ്സ് ടു അണ്ടർടേക്ക് ഫോറിൻ ട്രേഡ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ഇമ്പോർട്ടേഴ്സ് ബാങ്ക് to the exporters to ensure the payment. The banks also arrange foreign exchange for import. Then അവിടെ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സോൺസിനെയും അതേപോലെ ഇമ്പോർട്ട് ഓറിയൻറ്റഡ് സോൺസിനെയും പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും എന്താ പറയുക, വളരെ നല്ല രീതിയിൽ നടന്നെങ്കിൽ മാത്രമാണ് ആ നമ്മുടെ രാജ്യത്ത് വിനിമയം നടക്കുന്നുള്ളൂ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നുള്ളൂ എന്നൊക്കെ പറയാം. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡിനെ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് മണി. Then commercial banks provide the facility of transferring funds from one place to another, which is necessary prerequisite for economic development. Transfer of money എന്നല്ലേ, commercial banks provide the facility for transferring funds from one place to another, which is a necessary prerequisite for economic development.
The next one is more protection. A good banking system ensures more protection in all sectors of the economy. It increases production capabilities of the economy by strengthening capital base and division of labor. അതിൽ പറയുന്ന മോർ പ്രൊഡക്ഷൻ, കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവുന്നു കമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് എനി ഡെവലപ്ഡ് എക്കോണമി. Commercial banks provide finance for the development of transport and communication system in the country. അവിടെ കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ഫിനാൻസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ എല്ലാ രീതിയിലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഡെവലപ്പ് എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അത്തരം മേഖലകളൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് എവിടേക്കാണ്? രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കാണത് പോകുന്നത്. ദെൻ സേഫ് കസ്റ്റഡി. ബിസിനസ് കൺസേൺസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഡെപ്പോസിറ്റ് ദെയർ സർപ്ലസ് ഫണ്ട് in banks. They can also keep their valuables in locker facilities provided by banks. The commercial banks makes them tension free. ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് ചാനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സേഫ് കസ്റ്റഡി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് കഴിയുന്നുണ്ട്? ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്. ഈ സേഫ് കസ്റ്റഡി എങ്ങനെയാണ് കൊണ്ടുവരിക? സേഫ് കസ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം ഒരു കോൺഫിഡൻസ് ആണ് ഇവിടെ ബാങ്കുകളിന്. അപ്പോൾ ദെൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഫ്രീ ആണ്. ലോക്കർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും ഈ പറയുന്ന രീതിയിലുള്ള ടെൻഷൻ ഫ്രീ ആണ്. എക്കണോമിക്കിലേക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. Commercial banks provide credit facilities to their customers for the purchase and construction of houses. വീട് വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വെക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള ലോണുകൾ കമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവിത നിലവാരത്തെക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആളുകൾക്ക് ജീവിക്കാനുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. Commercial banks provide employment opportunities directly or indirectly. Directly, they employ a number of people. They also create indirect employment opportunities by bringing in development in trade, industry, agriculture, transport, communication, etc. അതായത് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് ക്യാൻ അപ്പോയിൻറ്റ് സം എംപ്ലോയീസ് ഇൻ ദെയർ ഓഫീസേഴ്സ്. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓർ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്. ഇത് കൂടാതെ തന്നെ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസിലൂടെ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, agriculture sectors, small scale industries, trading unit, then transportation sectors, infrastructure sectors and communication. ഈ മേഖലകളിലൊക്കെ എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്? ജോലി സാധ്യതകൾ കൂടുന്നുണ്ട്. ആ ജോലി സാധ്യതകൾ കൂടുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്, ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബാങ്കുകൾക്ക് സാധിക്കുന്നുണ്ട്. Then next fifth point is assistance to government. It is helpful for assistance to government. By providing funds to government for various development activities, commercial banks play a role in the economic development of the country. അവിടെ by providing funds to the government for various developmental activities, commercial banks play a role in economic development of the country. അതായത് പ്രൊവൈഡിങ് ഫണ്ട്സ് ടു ഗവൺമെൻറ്റിന് ഒരുപാട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനെ പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എൻകറേജ്മെൻറ്റ് ഓഫ് എൻട്രപ്രണേഴ്സ്, സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുന്നു. Growth of entrepreneurs is very essential for economic development of a country. Then commercial banks provide encouragement to entrepreneurs in the form of short term, medium term and long term loans and by providing other services. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് എൻകറേജ്മെൻറ്റ് ടു എൻ്റർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുന്നു. Then next point is export promotion cells. Export promotion cells, in order to give encouragement to exports, banks have established export promotion cells which provide necessary information and guidance to exporters. എക്സ്പോർട്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻ ഗീവ് ടു എൻകറേജ്മെൻറ്റ് ടു എക്സ്പോർട്ടേഴ്സ്, ബാങ്ക്സ് ഹാവ് എസ്റ്റാബ്ലിഷ് എക്സ്പോർട്ട് പ്രൊമോഷൻ സെൽസ്. എക്സ്പോർട്ട് പ്രൊമോഷൻ സെൽസിലൂടെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക് പ്രോസ്പെരിറ്റി. Economic prosperity of a country depends on a number of factors including development of commercial banks. A sound and efficient banking system promotes the economic status of the people by providing them short, medium and long term loans.
അതായത് ഷോർട്ട് ടൈം ലോൺസിലൂടെയോ മീഡിയം ആൻഡ് ലോങ് ടൈം ലോൺസുകളിലൂടെയോ എക്കണോമിക് പ്രോസ്പെരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് സാധിക്കുന്നുണ്ട്. These are the functions performed by the banks for the development of an Indian economy. ഇവിടെ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ബാങ്കുകളുടെ റോൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ബാങ്കുകൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ബാങ്കുകളുടെ ഓരോ പെർഫോമൻസും ഏതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു, അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അവിടെ ഫസ്റ്റ് പോയിന്റ് നമ്മളോട് പറഞ്ഞത് ക്യാപിറ്റൽ ഫോർമേഷൻ, ഓരോ സ്ഥാപനങ്ങൾക്കും മൂലധനം സമാഹരിക്കുന്നതിനായിട്ട്. സെക്കൻഡ് വൺ ഇംപ്ലിമെൻറ്റിംഗ് മോണിറ്ററി പോളിസി, RBI ഇഷ്യൂ ചെയ്യുന്ന ദെൻ അവിടെ RBIയുടെ മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. അതായത് റീജിയണൽ ഇംബാലൻസ് ഇല്ലാതെ റീജിയണൽ ബാലൻസിങ്ങിലേക്ക് അതിനെ കൊണ്ടുവരുന്നു, റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഇൻഫ്ലുവൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ദെൻ ട്രേഡ് ഡെവലപ്മെൻറ്റ്, ട്രേഡ് ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഇത് മൂന്നും ഒരേപോലെ പറയാം. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫർ ഓഫ് മണി, മോർ പ്രൊട്ടക്ഷൻ, development of transport and communication, safe custody, construction of houses, increase in employment, assistance to government, encouragement to entrepreneurs, export promotion cells and economic prosperity. ഇതൊക്കെയാണ് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമുക്കിന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലെ സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് എ കമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് എ കമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഓൾസോ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. 3 ടോപ്പിക്കുകളാണ്. അതിൽ സെക്കൻഡറി ഫങ്ഷൻസിലെ ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഏജൻസി സർവീസസിലെ ബാങ്ക് ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ. Examples: payment of income tax, payment of fees, payment of rent, payment of insurance premium, etc. Then execution of some orders on behalf of the customers. കസ്റ്റമേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ചില കർത്തവ്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്ന ചില ഫങ്ഷൻസ് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഏജൻസി സർവീസസ്. ദെൻ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഓർ ഓൾസോ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്. പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്ന മറ്റ് സേവനങ്ങളെയാണ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഈസ് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ദെൻ അണ്ടർറൈറ്റേഴ്സ്, ആക്ടിങ് ആസ് എൻ അണ്ടർറൈറ്റേഴ്സ്. ഇത് provide locker facilities. Then issue of check, draft, gift, coupon, etc. These are the other types of utility services provided by the commercial bank. These functions are also called as secondary functions of commercial bank. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഇഷ്യൂ ഓഫ് ATM കാർഡ്, ഇഷ്യൂ ഓഫ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ ബാങ്കിങ്, ടെലി ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ്, RTGS, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ദെൻ അവിടെ ചെക്ക് ട്രൺക്കേഷൻ സിസ്റ്റം, എക്സെട്ര. ദീസ് ആർ ദി മോഡേൺ ഓർ ഇന്നൊവേറ്റീവ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ കമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ ഈ ബാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ആൻസർ ചെയ്യേണ്ടത് വരും, ഏതായിരിക്കും നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടി വരും. ഏതാണ് വ്യക്തമായിട്ട് എഴുതേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് വലിയൊരു ക്വസ്റ്റൻ ഒക്കെയാണ് വരുന്നത് വെച്ചാൽ നമുക്ക് ഈ ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇതൊക്കെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. 4 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇത് ഓരോന്നും 2 ലൈനായിട്ട് നിങ്ങളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. Then these are the innovative services provided by the commercial banks. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. പിന്നെ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ബാങ്കുകൾ ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്. ഹെൽപ്പ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട്, ട്രേഡ് സെക്ടർ ഡെവലപ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്, ഫോറിൻ മേഖലകൾ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മോണിറ്ററി പോളിസി, ക്യാപിറ്റൽ ഫോർമേഷൻ, എക്കണോമിക് ആക്ടിവിറ്റി, ദെൻ എക്കണോമിക് പ്രോസ്പെരിറ്റി, എൻകറേജ്മെൻറ്റ് ഓഫ് എൻ്റർപ്രണേഴ്സ്, എക്സ്പോർട്ട് promotion cells, provide safe custody, etc. These are the important functions performed by the banks for the development of economy. അപ്പോൾ ധാരാളം വായിക്കാനുണ്ട്. നന്നായിട്ട് വായിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു all.